ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിതൊരു സ്ഥലം വരെയും പോകുകയാണ് കേട്ടോ. അതായത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ പോകുന്നത് അഷ്ടമുടി കായലിൻ്റെ നടുക്ക് കൂടി ഒന്ന് നടക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് പോയാലോ? എല്ലാവരും വിചാരിക്കൂലേ, അഷ്ടമുടി കായൽ നടുക്കൂടി നടക്കാൻ പോണോ, എന്താ ഇതൊന്ന് വിചാരിക്കുന്നുണ്ടോ? അതാണ് ഒരു സർപ്രൈസ്. നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ നടുക്ക് നമുക്കൊരു ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് അവിടെ ഇരിക്കാനും നടക്കാനും നിൽക്കാനും, അതുപോലെ അവിടെയുള്ള മരങ്ങളിലൊക്കെ ഒന്ന് കയറാനും, അവിടെ നിന്നൊരു ചായയോ ഒരു കാപ്പിയോ ഒരു ഗോലിസോടെ കുടിക്കാനും എല്ലാം നമുക്ക് പറ്റും. അതായത് വ്യൂവേഴ്സ്, നമ്മുടെ അഷ്ടമുടി കായലിൽ നടുക്ക് കുറച്ച് തട്ടുകടകൾ തന്നെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ഭുതപ്പെട്ടില്ലേ ശരിക്കും? ഇപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന പ്രദേശത്താണ്. ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ തൊപ്പിക്കാരന് നല്ല കച്ചവടം കിട്ടി കേട്ടോ. എല്ലാവരും ഒരു തൊപ്പി വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചു കേട്ടോ ഒരു തൊപ്പി, കാരണം ഭയങ്കര വെയിലാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളും ഒക്കെ വന്നേക്കുവാണ്. ഈ ഒരു ദ്വീപിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അഷ്ടമുടിക്കായലിൽ നടുക്ക് തട്ടുകടകൾ, അത് നമുക്ക് ഇരുന്ന് ചായ കുടിക്കാം, കൂൾ ഡ്രിങ്ക്സ് കഴിക്കാം, പിന്നെ നമുക്ക് നടക്കുകയും ഇരിക്കുകയും മരത്തിൽ കയറും ഒക്കെ ചെയ്യാന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലയിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് അറിയുന്നത് തന്നെ. ഈ ഒരു മനോഹരമായ അദ്ഭുതമായ സ്ഥലത്തെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഫ്യൂച്ചർ ഡ്രീംസ് ഹോസ്പിറ്റാലിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സഞ്ജീവ് സാറാണ്. എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെയുമാണ് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ഈ ഒരു മനോഹരമായ ഒരു അത്ഭുതകരമായ സ്ഥലത്തെ പറ്റി അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗ്ഗങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം അല്ലേ, കായലിൻ്റെ നടുക്കുള്ള ഈ ഒരു അടിപൊളി സ്ഥലം. സഞ്ജീവേട്ടന് നല്ലൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുവാണ്. ഭൂമിയിലെ സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയായ ഈ ദ്വീപിൻ്റെ പേര് സാമ്പ്രാണിക്കൊടി ദ്വീപ് എന്നാണ്. കൊല്ലം ജില്ലയിലാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആ ദ്വീപിന് ചുറ്റുമുള്ള പ്രദേശം സാമ്പ്രാണിക്കൊടി എന്നും അറിയപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സാമ്പ്രാണിക്കൊടി പ്രദേശത്ത് നിന്നും സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് നമുക്ക് ബോട്ട് വഴിയാണ് നമുക്ക് പോകുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. ഒരാൾക്ക് 150 രൂപയാണ് ബോട്ടിൽ പ്രവേശനം. 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ചാർജ് തന്നെ എടുക്കണം. അപ്പം നമ്മളിത് ഈ ബോട്ടിൽ കയറി എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഈ ബോട്ടുകളിൽ ലഭ്യമാണ്. സേഫ്റ്റി ബെൽറ്റ് എല്ലാം ഇട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. നമ്മളിത് കായലിലൂടെ നമ്മുടെ സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങി. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു സാമ്പ്രാണിക്കൊടി ദ്വീപിന്റെ മനോഹരവും അത്ഭുതകരവുമായ കാഴ്ചയിലേക്കും സന്ധ്യാസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കും. കായലിൽ ശബ്ദമൊന്നും ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ശബ്ദം അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുവാൻ, അതുപോലെ തന്നെ സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്കുള്ള കാഴ്ചകളും ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കും. സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് ഇതേപോലെയുള്ള സഞ്ചാരികളുമായി പോകുന്ന ബോട്ടുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ മനോഹരമായ അത്ഭുതകരമായ നമ്മുടെ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ വരുമ്പോൾ കാണുന്നത് ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന വലിയൊരു ബാനറും ഒരു ബോർഡൊക്കെ നമ്മൾ കാണുന്നത്. ചുറ്റും എല്ലാവരും അവിടെ നിന്ന് സെൽഫി എടുക്കാനും മത്സരവുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു വിസിലടിക്കുന്ന ഒരു സൗണ്ട് എൻ്റെ വ്യൂവേഴ്സ് കേട്ടല്ലോ അല്ലേ? ഇത് നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് ഇവിടെയുള്ള സേഫ്റ്റി ഓഫീസേഴ്സാണ്. അവർ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ ഒരു വിസിലൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ചുറ്റുവട്ടം ഒരു കമ്പുകൾ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് കയറുവാൻ സാധിക്കില്ല, കാരണം അപ്പുറത്തേക്ക് ഭയങ്കര ആഴമാണ്. കാരണം ഇത് അഷ്ടമുടി കായലിൽ നടുക്ക് ഭാഗമാണ്. ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് മുട്ടറ്റം വെള്ളം. പക്ഷെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കായലിന് അഗാധമായ ഗർത്തങ്ങൾ തന്നെയാണ്. സാമ്പ്രാണിക്കൊടി ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മരങ്ങളുള്ള കണ്ടൽ കാടുകളാണ്. അവിടെ വന്നിരിക്കുന്ന മിക്ക കാണികളും ആ മരത്തിന്റെ മുകളിൽ കയറി അവരുടെ ബാല്യകാലം ആസ്വദിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് മാവിനെയും കഷ്മാവിനെയും കയറി ഞാനും. ഇവിടെ ഒരുപാട് ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. അത് കൂടാതെ നമ്മൾ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടൽ കാടുകളിലേക്ക് മാത്രമായി ഒരു വള്ള സഫാരി എടുക്കാവുന്നതാണ്. അതിന് ഒരാൾക്ക് 300 രൂപയാണ് ചാർജ്. ഈ ദ്വീപിൽ മുട്ടറ്റം വരെ വെള്ളത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ ദൂരങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അഷ്ടമുടി കായലിന്റെ അഗാധമായ ഗർത്തങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള വഴികളാണ്. നമുക്ക് ഈ വഴികളിലൂടെ നടക്കുവാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ആ ഒരു പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? അതിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാൻ ആളുകൾ മത്സരിക്കുക തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ അഷ്ടമുടി കായലിന്റെ നേരെ നടുക്ക് ഭാഗത്താണ്. ഞാൻ മുട്ടറ്റം വരെ കായലിൽ വെള്ളം നനച്ചുകൊണ്ട് ദൂരേക്ക് നോക്കുകയാണോ. ഒരുപാട് വള്ളങ്ങളിൽ ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് ഇവിടെ നിന്ന് കൊണ്ടുവരെ ഹലോ ഞാൻ പറയുവാണ് കേട്ടോ. ഇവിടെ ചില സ്ഥലങ്ങളിൽ മുട്ടറ്റം വരെയും വെള്ളം, ചില സ്ഥലങ്ങളിൽ നമ്മുടെ പാദം വരെയും വെള്ളം, ചില സ്ഥലങ്ങളിൽ മുട്ടിനേക്കാട് മുകളിൽ വെള്ളം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഭയങ്കര ആഴമാണ്. അത് കഴിഞ്ഞ അങ്ങോട്ടേക്ക് താന്നു പോവും. ഇത് കുറേ നാളായത് ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ച്. ഇപ്പൊ വൈകുന്നേരം 5 മണി വരെ ഉള്ളോ ഇവിടെ? അതെന്ത് അങ്ങനെ? എന്താ അത്? ആഴം കൂടുമോ? വെള്ളം കൂടെ കയറും? മീൻ പിടിക്കുമോ? മീനുകൾ വരുമോ ഇങ്ങോട്ട്? ആണോ?
പിടിച്ചു പറിച്ചേക്കല്ലേ വീട്ടിൽ. അത് 4 മണി വരെ ഉണ്ടായിരുന്നു. ഏതൊക്കെ മീനുകൾ വരും അപ്പം ഇങ്ങനെ മീനും കിട്ടും, മീനും എല്ലാം കിട്ടും? ഇത് നമ്മുടെ ഗോപൻ ചേട്ടനാണ്. ചേട്ടനോട് ഒരു നന്ദി പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടുത്തെ ലൈഫ് ഗാർഡ് ചേട്ടനോടാണ് നമ്മൾ സംസാരിച്ചത്. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണി വരെയും മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവേശനം കേട്ടോ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി. 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയുള്ള സന്ദർശകരെല്ലാം ഇവിടെ നിന്ന് തിരിച്ച് കരയിലേക്ക് വിടുന്നതാണ്. കാരണം ചില സമയത്ത് വേലിയേറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ നമ്മൾ അധികം നേരം 5 മണിക്ക് ശേഷം അങ്ങനെ അവിടെ സന്ദർശകരെ അനുവദിക്കുന്നതല്ല. പിന്നെ അത് കൂടുതൽ ചേട്ടൻ പറയുന്നത് വെച്ചാൽ അവിടെ മീനുകൾ ഇങ്ങോട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഭാഗത്തേക്ക് എല്ലാതരം കായൽ മീനുകളും കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷം അവിടെ സന്ദർശകരെ അനുവദിക്കുന്നതല്ല. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? ശരിക്കും കേട്ടോ, മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ ഒരു അത്ഭുതമായ സ്ഥലം തന്നെയെന്ന് തന്നെ നമുക്ക് പറയാം. എന്ത് രസമല്ലേ ഇത്! നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തേക്കണേ കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ്? ഇത് അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ഭാഗത്താണ്. അത് ചിന്തിച്ചു നോക്കിയൊന്ന്. നമ്മൾ അവിടെ നിന്ന് തന്നെ കായലിൻ്റെ വിദൂരതകളിലേക്ക് നോക്കിയാൽ വലിയ വലിയ ബോട്ടുകളും ഹൗസ് ബോട്ടുകളും എല്ലാം പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത് എൻ്റെ ദൈവമേ, അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ഭാഗത്താണല്ലോ. ചുറ്റും ഇത്രയും ആഴമാണല്ലോ, നമ്മൾ നിൽക്കുന്ന സ്ഥലം മാത്രമാണല്ലോ ഇങ്ങനെ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകും. ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും അവരുടെ കുട്ടിക്കാലങ്ങളിലേക്ക് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഇത് കായലിൻ്റെ നടുക്കുകൂടിയായാലോ, ചിന്തിക്കാൻ പോലും വയ്യ. സന്ദർശകരുടെ ഒഴുക്ക് തന്നെയാണ് ദ്വീപിൽ നമ്മൾ കാണുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിവിടുത്തെ ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറുമ്പോൾ, അതായത് ദ്വീപിലേക്ക് ബോട്ടിൽ കയറുന്ന ആ സമയത്ത് ബോട്ടിൻ്റെ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കാരണം തിരിച്ചു പോകും അതേ ബോട്ടിനെ നമ്മളെ കയറ്റത്തുള്ളൂ. അതാണൊരു കുഴപ്പം. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, ഐ ലവ് സാമ്പ്രാണിക്കോയുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് ദേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട് നടക്കാൻ പറ്റുമായിരിക്കും, അത്രയ്ക്ക് രസമാണ് ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കാൻ അല്ലേ. അതേപോലെ തന്നെ മനോഹരമായ കണ്ടൽക്കാടുകളും മരങ്ങളും എല്ലാം ഇവിടെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഈ കണ്ടൽക്കാടിൻ്റെ ഇരയിൽ കൂടി നമുക്കൊന്ന് സഞ്ചരിക്കാം കേട്ടോ. അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു തുള്ളി പോലും വെള്ളമില്ല. അതും ഈ വീതിയിൽ തന്നെയുണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് കൂടി പോകാം. ഇപ്പം ഞാൻ നമ്മുടെ മുട്ടറ്റം വരെയും വെള്ളമുള്ള ആ ഭാഗത്തു കൂടിയാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് കുറച്ച് കയറുമ്പോൾ ശ്രദ്ധിച്ചോ, മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറി വരുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ദാ ഈ ഒരു ഭാഗം കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേനും മുട്ടിൻ്റെ കീഴ്പോട്ടല്ല, കുറച്ച് മുകളിലേക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ആഴം ഈ ഭാഗത്തുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ വരെ അത്രയേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്ക് വെള്ളം നമുക്ക് എന്താണെങ്കിലും നമ്മുടെ മുകളിലേക്ക് കയറി വരില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വഞ്ചിയിൽ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഒരു സഫാരി വേണമെങ്കിൽ അതും ലഭ്യമാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടൽക്കാടിൻ്റെ മരങ്ങളുടെ കുറ്റികളൊക്കെയാണ്. കാണുന്നത് രസമില്ലേ ഇതൊക്കെ കണ്ടോ? ഓരോ മരങ്ങൾ പിഴുതു പോയതിൻ്റെ ബാക്കി കുറ്റികളും അതെല്ലാം ആ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലവും അതുപോലെ നമുക്ക് അത്ഭുതകരമായൊരു സ്ഥലവും കൂടിയാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടൽക്കാടുകളുടെ ഒരു കൂട്ടമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ആവശ്യമെങ്കിൽ കണ്ടൽക്കാടിൻ്റെ അകത്തേക്കും കയറാം. പക്ഷേ കാടിൻ്റെ അകത്തേക്ക് പോകുന്നൊരു ഫീലിംഗ് ഒന്നുമല്ല കേട്ടോ. കണ്ടൽക്കാടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വെളിച്ചവും നല്ല പച്ചപ്പും എല്ലാമുള്ള ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ കണ്ടൽക്കാടിൻ്റെ അകംഭാഗം. പ്രത്യേകിച്ചും അതിനകത്ത് സൂര്യകിരണങ്ങൾ കൂടി അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സുഖം തോന്നിക്കും ശരിക്കും. ഞങ്ങൾ വാങ്ങിച്ച പോലെ മിക്കവരും തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കര വെയിലാണ് കേട്ടോ. കാരണം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലുള്ള സമയമാണ്. 5 മണിക്ക് ശേഷം കുറച്ച് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിലുള്ള സമയമാണ്. നമ്മളൊരു 3 മണിക്ക് വൈകുന്നേരം വന്നാൽ കൂടി ആ സമയത്തും കായൽ ഭാഗമായതുകൊണ്ട് നല്ല വെയിലായിരിക്കും. അപ്പോൾ തൊപ്പികളുടെ കച്ചവടം ഉഷാറായി നടക്കുന്നുണ്ട് കേട്ടോ കരയിൽ. സാമ്പ്രാണിക്കൊടി ഭാഗത്ത് നിന്ന് ബോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ദൂരെ നമുക്ക് ഈ ഒരു ദ്വീപ് കാണുവാൻ സാധിക്കും. നമുക്ക് അത്ര കറക്റ്റായിട്ട് കാണുവാൻ സാധിക്കില്ല. ഒരു പച്ച കൂടാരം പോലെ ദൂരെ കാണുവാൻ സാധിക്കും. അവിടേക്ക് എത്തുമ്പോഴാണ് ഈ മനോഹരമായ കാഴ്ചകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടൽക്കാടുകൾ. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പ്രവേശിക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഞാനും എല്ലാ ആളുകളെയും പോലെ കണ്ടൽക്കാടിനകത്തേക്കൊന്ന് കടക്കുവാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ദ്വീപും ഈ കണ്ടൽ. നമുക്കൊന്ന് കയറിയാലോ? ഇതാണ് കണ്ടൽക്കാടിൻ്റെ അകംഭാഗം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു തുള്ളി പോലും വെള്ളമില്ല കേട്ടോ. ഈ കണ്ടൽക്കാടിൻ്റെ അകംഭാഗത്ത് പുറത്താണ് ഈ മുട്ടറ്റം വരെയും വെള്ളം. പക്ഷേ ഇവിടെ നോക്കൂ, താഴത്തേക്ക്
ഒട്ടും വെള്ളമില്ല, പക്ഷെ നനഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രകൃതി, അതുപോലെ സൂര്യകിരണങ്ങൾ കൂടി അടിക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് ഈ കണ്ടൽക്കാടുകൾ. നമുക്ക് ഈ കാടുകളുടെ ഇടയിൽ കൂടി ഇതിങ്ങനെ ഒരു വഴി പോലെ ഇട്ടേക്കുവാണ് കേട്ടോ, കണ്ടൽക്കാടിൻ്റെ നടുക്കുകൂടി. ആ വഴിയിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാം. പക്ഷെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കണ്ടൽക്കാടിൻ്റെ അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്ന് രണ്ട് സുന്ദരമായ പാട്ടുകൾ കൂടി വന്നു. ആർക്കാണല്ലേ ഇത്രയും മനോഹരമായ സ്ഥലത്ത് കൂടി അങ്ങോട്ടൊന്ന് കടക്കുമ്പോൾ ഒരു അടിപൊളി പാട്ടൊക്കെ മനസ്സിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഞാനും അപ്പോൾ ഒരു അടിപൊളി പാട്ടൊക്കെ മനസ്സിലൊന്ന് പാടി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഷോർട്സ് കൂടി ആവട്ടെ എന്ന്. അപ്പോൾ ഒരു കുഞ്ഞ് പാട്ടൊക്കെ പാടി ഞാനും അവിടെ നിന്ന് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലത്ത്, അതായത് സാമ്പ്രാണി ഐലൻഡിൽ വന്നിട്ട് അവിടെയുള്ള കണ്ടൽക്കാടിൻ്റെ നടുക്കുകൂടി നടക്കുമ്പോൾ മനസ്സിലൊരു പാട്ട് പോലും വരാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ശരിയല്ലേ? ദ്വീപിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഭയങ്കര വെയിലാണെങ്കിലും കണ്ടൽക്കാടിന് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇലകളും ചില്ലകളും കൊണ്ട് തന്നെ വെയിലിൻ്റെ ആ ഒരു ചൂടിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് സൂര്യരശ്മികൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ നമ്മളിലേക്ക് അടിക്കത്തുള്ളൂ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഒരു തട്ടുകട, അതും കുറേ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നു. തട്ടുകടയിലാണെങ്കിൽ ചായയും കാപ്പിയും ഗോണി സോഡയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ തണ്ണിമത്തനും പൈനാപ്പിളൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ തരുന്ന നാടൻ രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇതൊക്കെ വാങ്ങിച്ച് എവിടെ നിന്ന് കഴിക്കുന്നല്ലേ, നമുക്ക് വേണമെങ്കിൽ നിന്ന് കഴിക്കാം. അതല്ലെങ്കിൽ നല്ലൊരു മരത്തിൻ്റെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ പോയിരുന്ന് നമുക്കിതെല്ലാം ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. തനി നാടൻ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പൈനാപ്പിളിലെ ഉപ്പ് ഇത്തിരി മുളക് പൊടിയൊക്കെ എടുത്ത് തരുന്നതും, തണ്ണിമത്തൻ അതുപോലെ പച്ചമാങ്ങ അതിൽ ഇത്തിരി ഉപ്പും മുളക് പൊടിയൊക്കെ എടുത്ത് തരുന്നതും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഈ ഒരു തട്ടുകട മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു 4-5 തട്ടുകടകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. തട്ടുകടകളിലാണ് ഈ കുട വെച്ചേക്കുന്നത്. ഇനി അപ്പുറത്തൊരു തട്ടുകടയുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് വേണം കഴിക്കാൻ. അപ്പോഴേലും ആ ഒരു അടിപൊളി ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ, നമ്മളെ കായലിൻ്റെ നടുക്ക്, അതായത് അഷ്ടമുടി കായലിൻ്റെ നടുക്ക് നല്ലൊരു ബെഞ്ചും ഡെസ്കും അല്ലേ. അവിടെ ഇരുന്ന് കായൽ കാറ്റൊക്കെ ആസ്വദിച്ച് ഉള്ള ചായയൊക്കെ കുടിക്കുമ്പോഴൊരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി ഫ്രണ്ട്സ്. പിന്നെ അത് കൂടാതെ നല്ല നാടൻ സംഭാരവും ഇവിടെ ലഭ്യമാണ്. ഈ ചൂട് സമയത്ത് നാടൻ സംഭാരമൊക്കെ കുടിച്ച് കായലിൻ്റെ നടുക്ക് ഒരു ബെഞ്ചിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് അതെ നമ്മുടെ കണ്ടൽക്കാടിൻ്റെ അകംഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഇങ്ങോട്ട് കയറേണ്ടത്. ഇവിടെ 1-2 കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് ഈ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ. അപ്പം ഞാൻ ഈ ഒരു കണ്ടൽക്കാടിൽ കൂടി ഇങ്ങനെ കയറുകയാണ് കേട്ടോ. ഇവിടെ താഴത്ത് നോക്കി ഒട്ടും തന്നെ വെള്ളമില്ല, എന്നാൽ ഒരു ഈർപ്പുണ്ട് താനും. കായലിൻ്റെ നടുക്കാണ്, ഒരു ഈർപ്പുണ്ട്, അത്ര തന്നെ. ഞാനപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഒരു കുഞ്ഞു പാട്ടൊക്കെ പാടി ഇവിടെ നിന്നു. നല്ല രസമാണ് കേട്ടോ. നല്ല ഇളം തണുപ്പും സൂര്യരശ്മികളും എല്ലാം കൂടി അടിക്കുമ്പോൾ നല്ല സൂപ്പർ സ്ഥലം, ഒരു പാട്ടിന് പറ്റിയ സ്ഥലം. ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ ഒരു കുഞ്ഞ് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കേട്ടാലോ? ഒന്നില്ലെങ്കിൽ അഷ്ടമുടിക്കായലിൽ നടുക്ക് വെച്ചല്ലേ ഞാൻ ഈ പാട്ട് പാടുന്നത്. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ, ആ പാട്ടാണ് കേട്ടോ ഞാൻ പാടുന്നത്. ഞാനിവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ തട്ടുകടയിലേക്ക് എത്തുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിനായി പോകുന്ന ഒരുപാട് ആളുകളും ഇവിടെയുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് സഞ്ചാരികൾ കണ്ടൽക്കാടിനകത്തുകൂടി ഇങ്ങനെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ തട്ടുകടകളുള്ളത്. പക്ഷേ ഈ കണ്ടൽക്കാടിനകത്തുകൂടി മാത്രമല്ല, ഇതിന് ഇപ്പുറത്തെ പുറഭാഗത്തുകൂടി നമുക്ക് വേണമെങ്കിൽ തട്ടുകടയിലേക്ക് കയറാം. ആ ഭാഗമാണ് ഞാൻ കാണിച്ചത്. തട്ടുകടയിലേക്ക് നമ്മൾ കണ്ടൽക്കാടിനൂടെ അല്ലാതെ അപ്പുറത്തെ ഭാഗത്തൂടെ കയറിയാൽ നമ്മുടെ മുട്ടിനെക്കാട്ടും കുറച്ചുകൂടി മുകൾ ഭാഗത്തേക്ക് വെള്ളം കയറിയ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. കാരണം അവിടെ ഒരു ഇത്തിരി ആഴ കൂടുതലുണ്ട്. എന്നാലും മാക്സിമം വന്നാൽ നമ്മുടെ മുട്ടിന് മുകളിലേക്ക് കുറച്ചുകൂടി, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ യാതൊരു വേറെ ടെൻഷൻ്റെയും ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കണ്ടു, അങ്ങനെ കറങ്ങി നടന്നു. നല്ല സൂപ്പർ സ്ഥലം, ദൈവം അനുഗ്രഹിച്ച് കൊടുത്തേക്കുന്ന ഒരു പ്രദേശം അല്ലേ. ആരുമായിട്ട് ഉണ്ടാക്കിയതല്ല, തനിയെ ഉണ്ടായി വന്ന ഒരു പ്രദേശം. അതിൻ്റെ ഭംഗിയും അതിൻ്റെ അത്ഭുതവും എല്ലാം കണ്ട ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ നമ്മുടെ ബോട്ട് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയോ പ്രശ്നം? നമ്മൾ ഏത് ബോട്ടിലാണോ വന്നത് ആ ബോട്ടുകാർ മാത്രമേ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കാൻ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ബോട്ടിൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഓർക്കണം കേട്ടോ. കാരണം ആ ബോട്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷട്ടിൽ സർവീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആളുകളെ കൊണ്ട് ഇറക്കിയ ശേഷം തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ ബോട്ടിൽ കയറി പോകുകയും ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ടു അങ്ങനെ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ നിന്ന് ഒരു കുഞ്ഞു ബൈ പറയുന്നു. സത്യം
പറഞ്ഞാൽ എത്ര നേരം അവിടെ ചിലവഴിച്ചിട്ടും എനിക്ക് പോരാനായിട്ട് തോന്നിയില്ല കേട്ടോ. നല്ല വെയിലുണ്ട്, അത് ശരിയാണ്. പക്ഷേ കണ്ടൽക്കാടിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെയിലൊന്നും തോന്നിക്കത്തില്ല. പക്ഷെ അല്ലാത്ത ഭാഗത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ തിരിച്ചങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, ഒരുപാട് സഞ്ചാരികൾ ഒരുപാട് സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഈ ദ്വീപിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതാ നോക്കൂ, നമ്മൾ ബോട്ട് സഞ്ചരിക്കുമ്പോൾ കാണുന്ന കായലിൻ്റെ ആഴം നമ്മുടെ സാമ്പ്രാണിക്കോട് ദ്വീപിൽ നിന്ന് നമ്മുടെ ബോട്ട് ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ കാണുന്നത് കണ്ടോ, എന്ത് ആഴമാണെന്ന് നോക്കൂ. ആ ഭാഗത്തെല്ലാം ഇവിടെയൊക്കെ ഭയങ്കര ആഴമാണ് കേട്ടോ. കായലിൻ്റെ ആ ഒരു ആഴം കൂടുതലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഭാഗം. ഈ ഭാഗത്തോടെയാണ് നമ്മൾ നമ്മുടെ സാമ്പ്രാണിക്കോട് ദ്വീപിലേക്ക് പോയതെന്ന് ഓർക്കണം കേട്ടോ. ഇത്രയും ആഴമുള്ള ഒരു കായലിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെയൊരു സ്ഥലം വിശ്വസിക്കാൻ കൂടി പറ്റുമോ അല്ലേ? നമ്മളിതേ തിരിച്ച് നമ്മുടെ അക്കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ്വീപിലേക്കുള്ള യാത്രയും അതിനുശേഷം ദ്വീപിലെ മനോഹരമായ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ കായലിൻ്റെ ആഴം, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അഷ്ടമുടി കായലിൻ്റെ ആ ഭംഗിയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ആഴവുമാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കാണുവാനും അറിയാനും സാധിക്കുന്നത്. ഇതിലൂടെ യാത്ര ചെയ്താണ് നമ്മൾ ഈ കായലിൻ്റെ മധ്യഭാഗത്ത് മുട്ടത്തോളം വെള്ളമുള്ള ഈ ഒരു അത്ഭുതകരമായ സ്ഥലത്ത് എത്തിയേക്കുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർത്തു പോകുന്നു. ശരിയല്ലേ? അങ്ങനെ നമ്മുടെ ബോട്ടും അക്കരയിലേക്ക് അടുക്കാറായി. അപ്പോൾ അടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ കയറിയത് ആ ഒരു ഭാഗത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ എടുത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ അഗാധമായ, അതായത് കണ്ണുത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന അഷ്ടമുടി കായലിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു ബോട്ട് യാത്ര തന്നെയായിരുന്നു ഇത്. നമുക്ക് വളരെ സേഫായിട്ട് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ട് നമുക്ക് വളരെയധികം സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് നമ്മളെ ആ ദ്വീപിലേക്ക് ഇവിടുത്തെ ആളുകൾ എത്തിക്കുന്നത്. നമ്മൾ കര കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ബോട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ഈ ഭാഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ആഴമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ബോട്ട് ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടി ഇവിടെ അടുപ്പിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇറക്കുന്നത്. ഈ ഭാഗത്ത് ഇത്രയും ആഴം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കായലിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലേ? അപ്പോൾ അതേ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതേ ഞാൻ ബോട്ടിൽ നിന്നും ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങുക. അറിയാമല്ലോ ബോട്ടിങ്ങിനൊന്നും കൊല്ലിങ്ങൊക്കെ ചെയ്യില്ല, അങ്ങ് ശ്രദ്ധിച്ചിറങ്ങുക. അങ്ങനെയൊക്കെ ഇറങ്ങി വീണ്ടും നമ്മൾ അക്കരെ, അതായത് സാമ്പ്രാണിക്കോടി എന്ന പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പ്രത്യേകം തന്നെ പറയുകയാണ് കേട്ടോ, എപ്പോഴെങ്കിലും കൊല്ലം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക്, അതായത് സാമ്പ്രാണിക്കുടി ദ്വീപിൽ വന്ന് ഈ ഒരു അത്ഭുതമായ, അതായത് അതിമനോഹരമായ ഈ ഒരു ഐലൻഡ് കാണാതെ പോകരുത് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണിത്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലുള്ള എൻ്റെ വ്യൂവേഴ്സിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും വന്നിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും പുറത്തുള്ള ആളുകൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് പറയുകയാണ്, മറക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഇവിടെ വന്ന ഈ ഒരു മനോഹരമായ കാഴ്ച കാണുവാനും അതിൻ്റെ ആ ഒരു അത്ഭുതം ആസ്വദിക്കാനും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. ഏതെങ്കിലും ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഞാനൊന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.